ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമുക്ക് എല്ലാവർക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇത് പിറ്റേന്നത്തെ കേട്ടോ, ആര്യ ആദർശം അമ്മയും അവർക്ക് വന്നതിൻ്റെ പിറ്റേന്നത്തെ വീഡിയോയാണ്. അപ്പം അമ്മയും അച്ഛനും ഇത് രാവിലെ തന്നെ പോകാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പല ഇടങ്ങളിലായിട്ടാണ് ഇന്ന് കിടന്നേക്കുന്നത്. ആദർശം പൊന്നൂസും കേട്ടോ സോഫയിൽ കിടക്കുന്നത്. ഇവിടെ വിൻചാട്ടനും ഇൻഷാൻ്റെ മാമയുടെ മോനോട്ടോ. ഇവർ എല്ലാവരും ഇവിടെ കിടന്നിരുന്നത്, പക്ഷെ ഇവർ അതിൻ്റെ ഇടയിൽ സ്പ്ലിറ്റായി തോന്നുന്നു. പിന്നെ അമ്മ അച്ഛനും രാവിലെ പോകാൻ നോക്കണോണ്ട് തന്നെ അമ്മ വേഗം എനിക്ക് കുറച്ച് തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുട്ടുണ്ടാക്കാന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ കുറേ തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടാട്ടോ പോയത്. അങ്ങനെ ഞാൻ വേഗം അവർ പോകുമ്പോഴേക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം പുട്ടുണ്ടാക്കാൻ നോക്കി. പക്ഷെ പുട്ടും കടലൊക്കെ ഉണ്ടാക്കാൻ നോക്കിയിട്ടാണ്. പക്ഷെ അമ്മ അച്ഛനും ഇതൊക്കെ കഴിക്കണില്ലേ, പോകാൻ നോക്കുകയാണ്. ഒരു നേരം വെളുത്ത് വന്നപ്പോൾ തന്നെ അവർ ഇറങ്ങാൻ തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ അവർക്ക് വീടിൻ്റെ അവിടെ വേറൊരു ഫംഗ്ഷനും കൂടി ഉണ്ട് കേട്ടോ. ഒരു എൻഗേജ്മെന്റ് മീൻസ് ഒരു കല്യാണം ഉറപ്പിക്കലുണ്ടായിരുന്നു കസിൻ്റെ. അപ്പം അതിന് പോകാൻ നോക്കുക കേട്ടോ. അപ്പോൾ ആദർശ് ഇതേ വെള്ളം എടുക്കാൻ എനിക്ക് വന്നായിരുന്നു കേട്ടോ. ആ സമയത്താണ് ഇവർ ഇറങ്ങാൻ നിൽക്കണതും. അപ്പം പിന്നെ ഇത് തേജുവിനെ കുറേ വിളിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ തേജൊക്കെ ഇന്നലത്തെ ക്ഷീണമാണ്, നല്ല കളിയായിരുന്നു ഇന്നലെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനൊന്നും എനിക്ക് ഞാൻ കൂട്ടാക്കിയിടുന്നില്ല. ആര്യ ഇതേ നിലത്താട്ടോ, ആര്യ ആ മുക്കിലും അമ്മ ഇപ്പുറത്തെ മുക്കിലോട്ടൊക്കെ കിടന്ന് ഞാനും അച്ഛനും തേജും കൂടിയിട്ടാണ് കട്ടിലുമ കിടന്നിട്ടുണ്ടായിരുന്നത്. ആമി ഇങ്ങനെ നടന്ന് ലോറിയുടെ കൂടിയും പോയി കിടന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ അവരെ വിൻചാട്ടിനെയും ഇവരേനൊക്കെ വിളിച്ചിട്ട് ഇതേ പോവാന്ന് പറയട്ടെ, എനിപ്പിച്ചില്ല, അത് ഇറങ്ങുകയാണെന്നൊന്ന് പറഞ്ഞു. പിന്നെ അത് അവർ വേഗം ഇറങ്ങിയിട്ട് അവരോട് അവിടെ കിടന്നോന്ന് പറഞ്ഞു. പിന്നെ ഞാനും ആദർശനായിട്ട് എനിറ്റിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതേ ഞങ്ങൾ ഇങ്ങനെ അവർ പോണത് നോക്കിക്കാണ്. ആമിയാണ് മുന്നേട്ടോ. ആമിക്ക് എന്ന് പറയുമ്പോൾ അമ്മേനെയും അച്ഛനെയും ഭയങ്കര കാര്യമാണ് കേട്ടോ. കാരണം അച്ഛൻ ഒന്നാമത് ഇങ്ങനെ എന്താ പറയുക, വളർത്തു ജീവികളെ ഭയങ്കര ഇഷ്ടമാണ് അച്ഛന്. അച്ഛന് കോഴി ആടൊക്കെ മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. പിന്നെ ഞങ്ങളൊക്കെ കുറച്ച് വലുതായിട്ടൊന്നും ആടിനൊക്കെ കൊടുത്തു. പിന്നെ കോഴി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ അച്ഛനെ അങ്ങനെ നോക്കിയിട്ട് ഇങ്ങനത്തെ പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതേ ആമീനെ നോക്കി ടാറ്റയൊക്കെ കൊടുത്തിട്ടാട്ടോ പോണത്. അമ്മയ്ക്കും അതെ കേട്ടോ, അമ്മയ്ക്ക് പെറ്റ്സിന് വലിയ ഇതൊന്നും ഇല്ല, പക്ഷെ അച്ഛൻ്റെ അത്രയ്ക്കില്ല. പക്ഷെ ആമീനെ ഭയങ്കര കാര്യം തോന്നുന്നു. കാരണം ആമിക്കും അതെ അമ്മേനെ കണ്ടപ്പോഴേക്ക് ഓടി വരും കേട്ടോ. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം നമ്മുടെ പുട്ടുണ്ടാക്കൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒരു കഴിക്കാൻ നിന്നില്ല. ഞാൻ കുറേ പറഞ്ഞു കഴിക്കാം, പക്ഷെ കൂട്ടാക്കിയില്ല കേട്ടോ, വേഗം പോവുക ചെയ്ത്. അപ്പം ഞാൻ വേഗം നമ്മുടെ കറിയും പുട്ട് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കറി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പാത്രങ്ങളൊക്കെ വേഗം ഒതുക്കി കഴുകി വൃത്തിയാക്കി ഇടാം. നമുക്കറിയാലോ നമ്മുടെ വീട്ടിൽ കുറച്ച് നമ്മൾ കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പണികൾ കൂടുതലായിരിക്കും. നമുക്ക് എപ്പോഴും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോണ പോലെ ആവില്ല. അപ്പം ഞാൻ എനിക്ക് വരുമ്പോഴേക്കും വേഗം തുടച്ച് ക്ലീനൊക്കെ ആക്കി ഇടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആയ പുട്ടും കടലയും എല്ലാതും ഇതേ മേശയമ്മ കൊടുന്ന് വെച്ചിട്ട് പിന്നെ ആദർശും അവരൊക്കെ ഇത് അപ്പുറത്തെ റൂമിൽ പോയി കിടന്നു കേട്ടോ. അവരങ്ങോട്ട് കയറി കിടന്നു. അപ്പോൾ ഞാൻ വേഗം ഇവിടെ ക്ലീൻ ആക്കി ഇടാൻ നോക്കുകയാണ്. കാരണം എല്ലാവരും എനിക്ക് വന്നാൽ നമുക്ക് അടിച്ചോരലും തുടക്കലൊക്കെ ഭയങ്കര ടാസ്ക് ആവൂലേ. അവരെല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയൊക്കെ ചെയ്യില്ല. അപ്പോൾ എനിക്ക് വരുമ്പോഴേക്കും അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ആമയാണെങ്കിൽ എൻ്റെ പിന്നിന്ന് പോണില്ല കേട്ടോ. ഞാൻ എവിടെ ഇങ്ങനെ നടക്കുമ്പോഴും എൻ്റെ പിന്നാലെ നടക്കും. ഞങ്ങളെല്ലാവരും കിടന്ന് ഉറങ്ങി. അതിനെ കൊണ്ട് ഒരു ശല്യമില്ല കേട്ടോ, പാവാണ്. ഞങ്ങളെല്ലാവരും ഉറങ്ങാൻ കിടന്നു. അപ്പോൾ അവളൊരു സൈഡിൽ പോയിട്ട് കിടന്നുറങ്ങി. രാവിലെ ഒരാൾ എനിക്ക് വന്ന് കണ്ടപ്പോൾ പിന്നാലെ പിന്നെ ഇവിടെ പിന്നാലെ ഇങ്ങനെ നടക്കലുണ്ട്. നല്ല രസമാണ്, എനിക്ക് ഇഷ്ടമായി. പക്ഷെ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയില്ല. ഇങ്ങനത്തെ ഡോഗ്സിനൊന്നും എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഒരെണ്ണം വാങ്ങിയിടുന്നു. അപ്പം ഞാൻ വേഗം അതിനെടുത്തിട്ട് കോണിയുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പുമ്മ കയറ്റിയിരുത്തിയിട്ട് അപ്പോൾ അത് അവിടെ അങ്ങനെ ചുരുണ്ട് കിടക്കുന്നുണ്ട് ഒതുങ്ങിയിട്ട്. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ വേഗം ഇതെല്ലോടും അടിച്ചോരി തുടയ്ക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഗൈസ്, എൻ്റെ കുളി കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. ഇനി എന്താ പണിയെന്ന് വെച്ചാൽ ഞാൻ ഇഡ്ഡലി അല്ല പുട്ടും കടലയാണ് ഉണ്ടാക്കിയേക്കുന്നത്. എളുപ്പപ്പണി ചെയ്താട്ടോ, കാരണം കുറേ പേരുണ്ടല്ലോ. അപ്പോൾ അമ്മേനെ പറഞ്ഞു നമുക്ക് പുട്ടുണ്ടാക്കാടി, പുട്ട് മതി. ഇനിയിപ്പോൾ പിന്നെ നമ്മുടെ മറ്റേ മാവില്ലേ, അത് ഞങ്ങൾ 2 ദിവസം നമ്മുടെ തിങ്കൾ മാവ്, നിങ്ങൾ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന മാവ്, അപ്പോൾ അത് ഇപ്പോൾ 2 ദിവസം നമ്മൾ അടുപ്പിച്ച് ദോശയ്ക്ക്. കാരണം തേജുവിന് ഇപ്പോൾ അതേ വേണ്ടു. അത് എന്തോ എനിക്കായാലും ഇഷ്ടമായി, വിൻചാട്ടിനും ഇഷ്ടമായിട്ടോ. അപ്പോൾ അവൻ അതേ വേണ്ടു. അത് ദോശ മതി അവന് ദോശ മതി എന്നാണ് അവൻ പറയണത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഇരിക്കുന്നുണ്ട്, എല്ലാവർക്കും കൂടി എന്തായാലും തികയില്ല. അപ്പോൾ ഞാനത് അവിടെ വെച്ചു കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു എന്താ പറയുക, ഇതുണ്ടാക്കാൻ പറഞ്ഞു. നമ്മുടെ പുട്ടുപൊടി ഇരിക്കുന്നുണ്ട്, പുട്ടും കടലയും ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് പുട്ടും കടലയും പഴമൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ട് ഞാൻ വേഗം അടിച്ച് തുടച്ചിട്ട് കുളിച്ചു. ആമി നടന്നിട്ടേ അപ്പം മാറാൻ വേണ്ടിയിട്ടൊന്ന് അടിച്ച് തുടച്ചിട്ട് ഇതേ കുളിച്ച് നിൽക്കണു. ഇനി ഉച്ചത്തേക്കുള്ളതൊക്കെ വേറെ വെക്കണം. അമ്മ അച്ഛനൊക്കെ രാവിലെ തന്നെ പോയിട്ടാണ്. അവർ ഇന്നലെ രാത്രിയാണ് വന്നത്. രാത്രി എന്തിനോ വന്നു വെച്ചറിയില്ല. രാത്രി വന്നു. ഇവർ ഇവിടെ ഫുള്ള് ഇതായിരുന്നു. വിൻചാൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് മുകളിൽ പാർട്ടി ആയിരുന്നു. ഇവർ മീൻസ് ഭയങ്കര വൈബായിരുന്നു. അപ്പോൾ അമ്മയും അച്ഛനും ഇവിടെ പോസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ വിൻചാൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സച്ചുട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ ഇവിടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ ഫുഡ് കഴിച്ചിട്ട് അവർ പോയി. പിന്നെ ഞങ്ങളിവിടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ അമ്മയും അച്ഛനും കിടന്നുറങ്ങിയിട്ടാണ്. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നു. ഇപ്പം രാവിലെ എനിക്ക് പോവുകയും ചെയ്തു. നമുക്കൊന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല അവരുടെ കൂടെ.
പിന്നെ ഇനി ഞാൻ വേഗം ഉച്ചത്തേക്കുള്ളത് പതുക്കെ ചെയ്യണം. ചായയുടെ ആയി, ചോറിനുള്ള വെള്ളം വയ്ക്കാൻ വെച്ചിട്ടാ. പിന്നെ മീൻ കൊണ്ടുവരണം, മീൻ നന്നാക്കിയിട്ട് കൊണ്ടുവരാൻ വെച്ചിട്ട്. അപ്പോൾ പിന്നെ പണി കുറച്ചും കൂടി കുറഞ്ഞല്ലോ, പണിയെടുക്കാൻ നല്ല മടിയാകുന്നുണ്ട്. അപ്പം അതല്ല, ഇന്നലെ ഇപ്പം മീൻ എന്തായാലും അല്ല, ഇന്നലെ ഫുള്ള് ചിക്കൻ ആടുന്നില്ല. അപ്പം ഇന്ന് എന്തായാലും മീൻ മതി എന്ന് വിചാരിച്ചിട്ടാട്ടാ. അപ്പോൾ അങ്ങനെ ചായ കുടിക്കാ, ആമയ്ക്ക് ഫുഡ് കൊടുക്കാം കേട്ടോ. ഞാൻ അപ്പോഴേക്ക് മുഖത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പരട്ടിട്ടാ ഒരു മാതിരി ഉഷ്ണിച്ചിട്ട്. ഗൈസ്, നമ്മുടെ വാഷിംഗ് മെഷീൻ വന്നിട്ടുണ്ട് കേട്ടോ. എന്താ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ ആള് വരുവേ. വാഷിംഗ് മെഷീൻ വന്നതിൻ്റെ പൊലിവിലാണ് ഞാൻ സോഫ കവറൊക്കെ എടുത്തിട്ടിട്ടേക്കട്ടെ. ആമിയ ആ നെയ്യിന്നൊക്കെ അടി പോയിട്ട്. പിന്നെ അതേ ആര്യ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവള് വേഗം പല്ലേച്ച് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവളിതേ പല്ലേക്കാൻ നോക്കുക കേട്ടോ. തേജു നല്ല ഉറക്കാണ്. പിന്നെ വിഷ്ണു എനിക്ക് വന്നു കേട്ടോ. വിഷ്ണു വിൻഷേട്ടൻ്റെ മേമയുടെ മോനാണ് കേട്ടോ, അമ്മയുടെ അനിയത്തിയുടെ മോനാണ്. അപ്പോൾ അവനും എനിറ്റിട്ടുണ്ട്. പിന്നെ ആദർശം എനിറ്റു, എല്ലാവരും എനിറ്റു കേട്ടോ. വിൻഷേട്ടൻ അതേ ഫ്ലാക്സ് സീഡ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടാക്കാനുള്ളൊരു പരിപാടിയിലാണ് കേട്ടോ. പിന്നെ ഞാൻ പോയൊക്കെ ഇപ്പോൾ പൊന്നൂസും എനിറ്റിട്ടുണ്ട്. അവൻ എനിറ്റിട്ട് ഇതേ ഫോൺ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് വന്നിട്ടില്ല, അങ്ങനെ ക്ഷീണം തീർക്കായിരുന്നു ഉറങ്ങിയതിൻ്റെ. പിന്നെ ഞാൻ വേഗം കഴിക്കാൻ നോക്കണമല്ലോ, അപ്പം അതിൻ്റെ ഒരു ഇതിൽ നിന്നു. വിൻഷേട്ടൻ വേഗത കുളിച്ച് നമ്മുടെ വിളക്ക് കൊളത്തലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിറ്റാലും കൂട്ടിയിട്ട് കയ്യോടില്ല കേട്ടോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കെട്ടിത്തിരിഞ്ഞ് അങ്ങോട്ട് നടന്ന് വർത്താനം പറഞ്ഞിരിക്കും. ഇതന്നെ നടന്നു കേട്ടോ. 10 മണിക്ക് എന്തെങ്കിലും 12 മണി ഉണ്ടാവും നമ്മൾ ചായ കുടിക്കാട്ടോ. അപ്പം ഞാനിത് ആരുടെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അവൾ ഇത് അവിടെ എന്തോ ചെയ്യുന്നുണ്ട്. ഞാൻ വേഗം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇതേ കുടഞ്ഞ് വിരിച്ച് നിവർത്തി ഇടുന്നുണ്ട് കേട്ടോ. ആമി ഇനിയിപ്പോൾ വരും കേട്ടോ. ആമി ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും, നിങ്ങൾ വീഡിയോയിൽ സൂക്ഷിച്ച് നോക്കി കാണാം. ഏതെങ്കിലുമൊക്കെ ഒരു മുക്കിലോ അല്ലെങ്കിൽ ഇവിടെ കാലിൻ്റെ ഇടയിലൊക്കെ ആമി എപ്പോഴും വന്നിരിക്കും കേട്ടോ. തേജുവിനും പിന്നെ ഏൽപ്പിച്ചു, അവൻ്റെയും കുളിയൊക്കെ കഴിഞ്ഞു. ഇതേ അവന് ഞാനൊരു കുറിയൊക്കെ തൊട്ടുകൊടുത്തു. പിന്നെ വേഗം നമ്മൾ ചായ കുടിക്കാൻ നോക്കിയിട്ടോ. അപ്പം ഞാൻ എല്ലാവരും ഒന്നിച്ചിരിക്കാൻ പറ്റില്ല. അപ്പം അതേ ആദർശും ആര്യയും പൊന്നൂസും കൂടിയിട്ട് ചായ കുടിക്കായിരുന്നു. ഓരോരുത്തർ കുളിക്കാനും ബാത്റൂമിലൊക്കെ ആയിട്ട് പോയേക്കട്ടെ. അപ്പോൾ വരണവർക്ക് വേഗം ചായ കൊടുക്കായിരുന്നു. അല്ലെങ്കിൽ ഇവരിരിക്കില്ല, ഇവരവിടെ അങ്ങനെ വർത്താനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞ് നിൽക്കും. അപ്പം ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾ ആരും വന്നില്ലെങ്കിൽ ഞാൻ ചായ കുടിക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ ഇരുന്നു കേട്ടോ. അപ്പോൾ വന്നവരെന്നെ പിടിച്ചിരുത്തി. ഇപ്പോൾ പുട്ടും കടലക്കറിയും ചായയും ഉണ്ടായിരുന്നു. പാൽക്കാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കാപ്പി തികയില്ല തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടി കാപ്പി വെച്ചു. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ റോബസ്റ്റ് പഴം ഇരുന്നായിരുന്നു. അപ്പോൾ അതൊന്നും 2 എടുത്ത് ഞാൻ കഴിച്ചിട്ട് എൻ്റെ വിശപ്പിനൊരു ശമനം കൊടുത്തു കേട്ടോ. പിന്നെ അതേ അവരുടെ ചായ കുടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചായ കുടിക്കണമെങ്കിലോ. അപ്പം ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മഴയൊന്നും ഇല്ല കേട്ടോ, നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരുടെയൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ ഞങ്ങൾ കഴിക്കാനിരുന്നു കേട്ടോ. ഞാനും തേജും വിൻഷേട്ടനൊക്കെ കൂടിയിട്ട് ഇരുന്നു. പിന്നെ തേജു കടലക്കറി എടുത്തില്ല കേട്ടോ. അവന് കടലക്കറി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവന് പഴം കണ്ടപ്പോഴേക്ക് പഴം മതി എന്ന് പറഞ്ഞിട്ട് അവൻ പഴവും പുട്ടും കൂടിയിട്ടാണ് കഴിച്ചത്. ഞാൻ കടലക്കറി കൂട്ടാട്ടോ ചെയ്തത്. വിൻഷേട്ടൻ എല്ലാം കൂടിയിട്ടാണ് കഴിച്ചേക്കണത്. അങ്ങനെ എല്ലാവരുടെയും കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അതേ വേഗം ഞാൻ ടേബിൾ അവിടെയൊക്കെ തുടച്ചു. പിന്നെ കിച്ചണിൻ്റെ എവിടെയൊക്കെ വെള്ളവും എന്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കാണുന്നതൊന്നും തുടച്ചിട്ടു. പിന്നെ വേഗം കഴിച്ച കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കഴുകിയിട്ടു. പിന്നെ അവിടെ ഒന്ന് ക്ലീൻ ആക്കി ഇട്ടു കേട്ടോ. ഇനി നമുക്ക് ഉച്ചത്തേക്ക് ഫുഡ് വെക്കണം, അങ്ങനത്തെ ഒരു പണിയും കൂടി ഉണ്ട് ഇനി. അതിൻ്റെ ഒപ്പം ഞാനിങ്ങനെ ക്ലീനിങ് ഒന്നും ചെയ്യുന്നുണ്ട് കേട്ടോ, സൈഡിൽ കൂടെ ഇങ്ങനെ പരക്കുമ്പോൾ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ വിഷ്ണു പോവാന്ന് പറഞ്ഞോട്ടെ വീട്ടിലേക്ക്. അവൻ ഡ്രസ്സും ഒന്നും എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ കുറേ നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ വീടൊക്കെ. അപ്പോൾ അവൻ പോവുക വീട്ടിലേക്ക്, കുറച്ച് കഴിഞ്ഞിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് അവത് ഇറങ്ങാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇവർ ഇരുന്ന് ഉച്ചയായി. ഇപ്പോൾ ബസ് തുടങ്ങിയപ്പോഴാട്ടോ ഉച്ചയ്ക്ക് എന്താണെന്ന് ചോദിച്ച് വരണത്. അപ്പോൾ അത് എന്നിട്ട് മീൻ ഉച്ചയ്ക്ക് കേട്ടോ 1 മണിക്ക് എങ്ങാണ്ടാണ് ഇവർ മീൻ വാങ്ങിക്കൊടുന്നത്. പക്ഷെ മീനും ഇതൊന്നും എവിടെയും കിട്ടണില്ല. ഒന്നാമത് പെരുന്നാളൊക്കെ ആണെന്നല്ലോ, അത് കാരണം കുറേ എവിടേക്കൊക്കെ പോയിട്ടൊക്കെയാണ് മീനൊക്കെ സംഘടിപ്പിച്ച് കൊടുന്നേക്കണത് കേട്ടോ. അപ്പം ഞാൻ വേഗം ഞങ്ങൾ മീൻ വറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ വേഗം മീനൊക്കെ നന്നാക്കിയിട്ട് വിൻഷേട്ടൻ കൊണ്ടുവരാറ്. പക്ഷേ ഈ ഒരു പെരുന്നാളിൻ്റെ തിരക്കും അങ്ങനത്തെ ഒരു ഇത് കാരണം മീനൊന്നും നന്നാക്കി കിട്ടിയില്ല. കിട്ടിയത് എൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞിട്ടാട്ടോ എൻ്റെ കയ്യിൽ കൊടുന്നുണ്ടായിരുന്നത്. പിന്നെ ഞാൻ നന്നാക്കലും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വാഷിംഗ് മെഷീൻ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാൻ ആൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളും വന്നിട്ടുണ്ട്. അവിടെ ഒരു സൈഡിൽ അവരത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഇടും വലും നോക്കാൻ തന്നില്ല, കാരണം ഇവർക്കൊക്കെ ഇനിയിപ്പോൾ വിശന്ന് തുടങ്ങുമല്ലോ. അപ്പോൾ വേഗം കറി വെക്കാൻ നോക്കുകയാണ്. സബോളയും ഉള്ളി നന്നാക്കലും അങ്ങനത്തെ എല്ലാവിധ പണികളും ഉണ്ടായിരുന്നു കേട്ടോ.
പിന്നെ വാഷിംഗ് മെഷീൻ്റെ കാര്യം കുറേ പേര് ചോദിച്ചു, ചേച്ചി മുന്നൊരു വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നല്ലോ, ഉണ്ടായിരുന്നു നമ്മുടെ സേമി തന്നെയാ തോന്നുന്നു, പണ്ടത്തെ മോഡലിൽ അങ്ങനത്തെ ഒരു വാഷിംഗ് മെഷീൻ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഹൗസ് വാമിങ്ങിന് ഞാൻ വീഡിയോയിലും കണ്ടോ മുന്നേ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, വിൻഷാൻ്റെ ചേട്ടൻ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എന്താ വെച്ചാൽ ഞാൻ യൂസ് ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ, എത്രയോ 4 മാസം 5 മാസമൊക്കെ അത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ അത് യൂസ് ചെയ്യണില്ല. ആ സമയത്ത് എനിക്ക് വലിയ ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ ഇരിക്കുന്നുണ്ടപ്പോൾ നമുക്കൊരു ആവശ്യം വന്നപ്പോൾ നമ്മളത് കൊടുത്തിട്ട് വേറൊരു കാര്യം ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വാഷിംഗ് മെഷീൻ കുറേ നാളായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോഴാണ് എനിക്ക് വാഷിംഗ് മെഷീൻ്റെ ആവശ്യം വേണമെന്ന് തോന്നിയത്. അപ്പോഴാണ് നമ്മൾ നല്ലത് ഒരെണ്ണം ഓട്ടോമാറ്റിക് എടുക്കുകട്ടോ ചെയ്തത് പുതിയത്. നമ്മുടെ പഴയ വീഡിയോസ് കണ്ടവരാ തോന്നുന്നു വന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കവറൊക്കെ വെറുതെ ഇട്ടൊക്കെ ചെയ്തിടുന്നത് കേട്ടോ. അപ്പോൾ അത് കൊടുത്തതുകൊണ്ടാട്ടോ പുതിയത് വാങ്ങിയത്. പിന്നെ ഞാനിതേ വേഗം നമ്മുടെ മീൻ കറി വെക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തിങ്കളുടെ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ആയിട്ടതൊക്കെ അതൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് പുളി പിഴിഞ്ഞൊഴിച്ച് കറിവേപ്പിലയും എല്ലാതും ഇട്ടിട്ട് ഞാനിതേ തിളപ്പിച്ചെടുക്കാട്ടോ ചെയ്യണത്. പുളിവെള്ളം ആദ്യം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഞാൻ നമ്മുടെ മീൻ നുറുക്കി ഇടുകട്ടോ ചെയ്യും. തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കാന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ അന്ന് ഞാൻ വെച്ചപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒന്നിച്ചൊഴിച്ചിട്ടൊക്കെ കൂടി തിളപ്പിച്ചെടുക്കുക ചെയ്തത്. അപ്പോൾ ഇന്നാളിപ്പോൾ പാറു വന്നപ്പോഴും ചിത്രീച്ചൊക്കെ പറഞ്ഞു തേങ്ങാപ്പാൽ അവസാനം ഒഴിച്ചു കൊടുത്താൽ മതിയെന്ന്. അപ്പോൾ അതേ ഞാൻ പുളി തിളച്ചു നമ്മുടെ മീനൊക്കെ ഇട്ടു കിട്ടും. അതൊന്ന് ആയി വന്നതിന് ശേഷം ലാസ്റ്റിലേക്കായിട്ടാട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ തേങ്ങയൊക്കെ ചിരകിയിട്ടുണ്ട്. കുറേ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, എല്ലാം കൂടി അങ്ങോട്ട് എത്തിയില്ല. അപ്പം ഞാൻ എന്നാലും പറ്റാവുന്ന രീതിയിലാണ് ഓരോ ക്ലിപ്സും ഞാൻ കവർ ചെയ്തത്. അപ്പോൾ ഇതേ തേങ്ങാപ്പാൽ പിഴിഞ്ഞു വേഗം. എന്നിട്ട് ഇതേ അതിൻ്റെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ പരക്കുന്നുണ്ട്, തൊടയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കണുണ്ട് കേട്ടോ. ഓരോന്ന് പരക്കുമ്പോൾ അല്ലെങ്കിൽ ഈച്ചിയും ഇതൊക്കെ വരുമല്ലോ. അപ്പം ഞാൻ വേഗം അതൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ട് ബാക്കി കുറച്ചും കൂടി പാത്രങ്ങൾ ഉണ്ടായിരുന്നത് അതൊക്കെ വേഗം കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മീൻ വറുക്കാണ്ട് കേട്ടോ നമുക്കിനി. അപ്പോൾ അതും അതിൻ്റെ ഒപ്പം ഞാൻ ചെയ്യാനുള്ള പ്ലാനിലാട്ടോ. അപ്പം ഞാൻ വേഗം ഇതൊക്കെ കഴുകി വെച്ചിട്ട് നമ്മുടെ മീനിലേക്കുള്ളതും കൂടി വറുക്കാനുള്ള കൂട്ട് ശരിയാക്കട്ടോ. ഒന്നുമില്ല, മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി പരട്ടി എടുത്തു കൂട്ടാം. എന്നിട്ട് ഞാൻ വേഗം വറുത്തു. സാധാരണ നമ്മൾ ഇടയ്ക്ക് ഞാൻ ഉള്ളി മറ്റേ വെളുത്തുള്ളിയും വെള്ളുള്ളിയും അതുപോലെ ചെറുള്ളിയൊക്കെ കൂടിയിട്ട് ചതച്ചിട്ട് വറക്കുമ്പോൾ അത് കൂടെ പരട്ടിയിട്ടൊക്കെ വറക്കാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ സിമ്പിളായിട്ട് തന്നെയായിട്ടാണ് വറുത്തത്. അങ്ങനെ തേങ്ങാപ്പാൽ അതിൻ്റെ ഇടയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അപ്പുറത്തതേ ഞാൻ മീനും കൂടി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വറുത്തിടാനുള്ള ചെറിയ ഉള്ളിക്ക് അതേ വിൻഷേട്ടൻ നന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മറത്തിരുന്നിട്ട്. അപ്പോൾ അത് വേഗം ഞാൻ ചതച്ച് വറുത്തിടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ 3 അടുപ്പും ഫില്ലായിട്ടുണ്ട് കേട്ടോ. എനിക്ക് പിന്നെ അത് പതിവാണ്, ഞാൻ എപ്പോൾ കിച്ചണിൽ നിൽക്കുമ്പോൾ എൻ്റെ 3 അടുപ്പിലും ഞാൻ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടാ. അപ്പോൾ ഒരു സൈഡിൽ മീൻ വറുത്തിട്ട് അതാക്കിയിട്ടുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ മീൻ കറി ആവുന്നുണ്ട്. നടുക്കത്തെ അടുപ്പിൽ ഞാനിത് നമ്മുടെ ഉള്ളി വറുത്തെടുക്കുന്നുണ്ട്, ചെറുള്ളി ഇട്ടാം. അത് വറുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചാൽ നമ്മുടെ കറി അങ്ങോട്ട് സെറ്റായിട്ടുണ്ട്. മീൻ വറുക്കലും ഏകദേശമൊക്കെ കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ സമയം അത്യാവശ്യമായിട്ടുണ്ട്. ഞങ്ങൾ എപ്പോഴും 3 മണിക്കാൻ കണ്ട തോന്നുന്നു ചോറുണ്ടത്, 2:45 3 മണിയോ ആ ഒരു ടൈമിലാണ് ചോറുണ്ടത്. പിന്നെ വേഗതയെ വിൻഷാട്ടിനെയും ഇവർക്കൊക്കെ ചോറ് കൊടുക്കായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ആദർശൻ്റെ അടുത്ത് തൈര് ഇരിക്കുന്നുണ്ടോ ചോദിച്ചു. ഞാൻ കൊടുത്ത തൈരാണ് ഏറ്റവും വിറ്റായത് കേട്ടോ. ഞാനറിയാതെ തൈരിന് പകരം പാല് കൊടുത്തു. വീട്ടിലെ അമ്മ അവിടെ തിങ്കളിന്റെ തൈരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ തന്നയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു തോന്നുന്നു ഞാൻ എൻ്റെ തന്നയച്ചിട്ടുണ്ട് വേറെന്ന്. അപ്പോൾ അവൻ ആ തൈര് നല്ല ഇഷ്ടമായി ഇത്രേ. അപ്പോൾ ഈ മറ്റേ അമ്മയുടെ ഉണ്ടായിരുന്ന തൈര് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ വലിയ ആവേശത്തിൽ എടുത്തിട്ട് എന്ത് ചെയ്തു, മിൽമയുടെ പാലെടുത്ത് കൊടുത്തു. പാല് ചോറ് കുറച്ച് ഒഴിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ വേഗം അത് മാറ്റിയിട്ട് പിന്നെ ചോറ് ഉണ്ട് കേട്ടോ. ഞാൻ വേറെ തൈര് കൊടുത്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആരിക്ക് തീരെ വയ്യാന്ന് പറഞ്ഞിട്ട് അവളിതേ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവൾ അവിടെ കിടക്കായിരുന്നു. അവളെ കാത്തിരുന്നിട്ട് ഞാൻ പോസ്റ്റ് അടിച്ചു. ഞാൻ പിന്നെ വിശന്നപ്പോൾ ഞാൻ ചോറ് എടുത്തിട്ടുണ്ടോ, തേജുവിന് ചോറ് കൊടുത്തിടുന്നില്ല. അപ്പം അതിൻ്റെ പകുതി ബാക്കി ഞാൻ കഴിക്കട്ടെ ചെയ്തത്. അവളിതേ സോഫയിൽ ഇങ്ങനെ കിടക്കായിരുന്നു. പിന്നെ വേഗം ഞാൻ ടേബിളൊക്കെ തുടച്ച് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് വേഗം ടേബിളൊക്കെ തുടച്ച് ക്ലീൻ ആക്കാട്ടോ. അപ്പോൾ നമ്മുടെ മീനിൻ്റെ സ്മെല്ലടിക്കാണ്ടിരിക്കാനാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ സ്മെല്ലിൻ്റെ മറ്റേ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, ഡെറ്റോളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായി തളിച്ചിട്ട് തുടയ്ക്കും, അല്ലെങ്കിൽ ആ സ്മെല്ല് പോകാൻ ഭയങ്കര പണിയാണ് കേട്ടോ. പിന്നെ അതുപോലെ വാഷ് ബേസിൻ്റെ അവിടെ അതെ ചിക്കനും മീനൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ, എന്തോ ഒരു പച്ച സ്മെല്ല് അടിക്കണ പോലെ തോന്നും. സംഭവം എനിക്ക് തോന്നണതാണോ എനിക്കറിയില്ല. അപ്പം ഞാൻ അവിടെ അതെ മറ്റേ എന്താ പറയുക ക്ലീനറൊക്കെ ഇട്ടിട്ട്
സ്മെല്ലൊക്കെ മാറാൻ പോകാൻ വേണ്ടിയിട്ട് കുറച്ചതൊക്കെ ഒഴിച്ചിട്ട് അവിടെയൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. പുൽത്തൈലം ഉണ്ടായിരുന്നു എൻ്റെ കഴിഞ്ഞുക്കും മറ്റേത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പുൽത്തൈലത്തിൻ്റെ മണം. പിന്നെ ബാക്കി പാത്രങ്ങളൊക്കെ കഴുകാനുള്ളത്, മീൻസ് കഴിച്ച പാത്രങ്ങളേ ഉള്ളൂ, ബാക്കിയൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല കാര്യമായിട്ട്. ആ കഴിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് അവിടെയും കൂടി ഒന്ന് കഴുകി ക്ലീൻ ആക്കിയിട്ട് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുത്താലേ സമാധാനമാവുള്ളൂ. മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിട്ട് കുറച്ച് നേരം പോയി കിടക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞങ്ങളൊക്കെ എടുക്കുമ്പോഴേക്ക് 4 മണി കഴിഞ്ഞു കേട്ടോ. അതായത് ഞാൻ കിടക്കുമ്പോൾ 4:30 ആയിട്ടുണ്ട് തോന്നുന്നു, ഇവിടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും കേട്ടോ. പിന്നെ മീൻകറിയുടെ പാത്രം ഞാൻ മാറ്റാൻ നിന്നില്ല, നമ്മൾ ചട്ടിയിലല്ല വെച്ചത്, അപ്പോൾ മീൻ പാത്രമൊക്കെ അവിടെ തന്നെ വെച്ചു കേട്ടോ. പിന്നെ കുപ്പികളിൽ കുറേ വെള്ളം പിടിച്ചൊക്കെയുണ്ടായിരുന്നു. ഒരുവിധം കുപ്പികളിലെ വെള്ളമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ പുതിയ കുപ്പിയാണ്, ഞാൻ പുതിയത് മീഷോന്ന് എടുത്തിട്ടുള്ളതാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, നല്ല വൈറ്റ് കളറിലുള്ള കുപ്പി. അപ്പോൾ അതൊക്കെ ഈ വെള്ളമൊക്കെ നിറച്ച് വെച്ചു. അവിടെയും കൂടി ഒന്ന് അത് ക്ലീൻ ആക്കിയിട്ടിട്ട് കിടന്ന് എനിക്കൊരു സമാധാനം കേട്ടോ. കാരണം അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ വന്ന് വരുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഒന്ന് കിടന്നിട്ട് ഉറങ്ങിയിട്ട് ആ ക്ഷീണത്തിൽ എനിക്ക് വരുമ്പോൾ അയ്യോ ഇവിടേക്ക് ഇനി ക്ലീൻ ആക്കണ്ടേ ഇരിക്കുമ്പോഴേക്കും നമുക്ക് വീണ്ടും ക്ഷീണമാവും. അതിനൊക്കെ നല്ലത് മൊത്തത്തിൽ അങ്ങോട്ട് ക്ലീൻ ആക്കി എടുത്തിട്ട് വേഗം ചെന്ന് കിടക്കുക വെച്ചാൽ പിന്നെ എനിക്ക് വരുമ്പോൾ നമുക്ക് നല്ല ഒരു ഉന്മേഷം ഉണ്ടാവും. ക്ലീൻ ആയിട്ടൊക്കെ കിടക്കണമല്ലോ, അപ്പോൾ പിന്നെ വെറുതെ ഇരിക്കുകയാണെങ്കിലും സീനില്ല. അപ്പോൾ ഞാൻ പിന്നെ കയ്യോടെ അടിച്ചോരലും കൂടിയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം വൈകിട്ടത്തെ അടിച്ചോരൽ ഇവിടെ കഴിക്കാമല്ലോ, അപ്പോൾ അടിച്ചോരിട്ടും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വിൻചേട്ടൻ എനിക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വാഷിംഗ് മെഷീനിൽ ഇട്ടേക്കാന്ന്. അങ്ങനെ നമ്മുടെ വാഷിംഗ് മെഷീൻ ഉദ്ഘടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ വിൻചേട്ടനായിരുന്നു എല്ലാതും ആൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇതും കൂടി ഇട്ടച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ എല്ലാതും കൂടി ഇട്ടൊന്നില്ല, ഞാൻ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം ഇട്ട് നോക്കിയിട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ ഞങ്ങൾ. അപ്പോൾ ഇതേ നമ്മുടെ വാഷിംഗ് മെഷീൻ ഉദ്ഘാടിക്കാൻ പോവാണ് ഗൈസ്. അങ്ങനെ പുതിയത്. അപ്പോൾ സോപ്പ് പൊടിയും അതുപോലെ തന്നെ ചെറിയ കംഫർട്ടൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം ഞാൻ സോഫ കവറും അതുപോലെ തന്നെ പുതപ്പുമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് 1-2 ഐറ്റംസ് തന്നെയായിട്ട് ഇട്ടുള്ളൂ. പിന്നെ സോഫ കവറാൻ ഇടുമ്പോൾ അത്യാവശ്യം ലോഡ് ആവുമല്ലോ, അപ്പോൾ പിന്നെ സോഫ കവറും നല്ല ഭയങ്കര വെയിറ്റ് കുറവുള്ള ഒരു പുതപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. അതിൻ്റെ പില്ലോ കവറും കൂടിയിട്ടാണ് നമ്മൾ ആദ്യം വാഷ് ചെയ്തെടുത്തത്. അങ്ങനെ എനിക്കതെല്ലാം പറഞ്ഞു തന്നു കേട്ടോ. പറഞ്ഞിട്ട് പറഞ്ഞു നീ പോയി കിടന്നോ, ഇനി അത് ഓഫ് ആകുമ്പോൾ ഞാൻ വിൻഷേട്ടൻ നോക്കാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ വിൻഷേട്ടനും കുറച്ച് നേരം പോയിട്ട് ഇതേ അവരവിടെ കിടന്നു. അവര് തേജും പൊന്നൂസൊക്കെ കൂടിയിട്ട് റൂമിൽ കിടക്കട്ടെ. ഉറങ്ങല്ല, തേജുവിൻ്റെ ഒപ്പം ഇങ്ങനെ കളിക്കാതിരിക്കുകയാണ്. എന്നോട് വേണമെങ്കിൽ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു. അത് ഓഫായ ചേട്ടൻ സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ആദർശ് ഇതേ ഹാളിലും കിടന്നു. ഞാൻ ആര്യ ഇതേ അപ്പം കിടത്താട്ടോ, അവൾക്ക് തീരെ വയ്യാന്ന് പറഞ്ഞിട്ട് അവൾ കിടക്കണത്. ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ എന്നാൽ ഞാനും ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്യാൻ വെച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ച് കിടക്കാനൊക്കെ പോയിട്ടോ. പിന്നെ ഒരു 5-6 മണിയാകുമ്പോൾ എനിട്ടിട്ട് ഇതേ വേഗം ചായക്കുള്ള പണി നോക്കി. പാൽ ചായ കുറച്ച് രാവിലെ തിരിക്കുന്നുണ്ടായിരുന്നു, അത് ചൂടാക്കി പിന്നെ കട്ടൻ കാപ്പിയും വെച്ചു കേട്ടോ. പിന്നെ കുറച്ച് പലഹാരമൊക്കെ ഉണ്ടായിരുന്നു, ബ്രെഡും ബിസ്ക്കറ്റും ഒക്കെ ആയിട്ട് അതൊക്കെ കുറച്ചെടുത്തു. പിന്നെ വിൻഷാട്ട് ഇവിടെ കാവൽ നിൽക്കുകയാണ് കേട്ടോ. എന്താ വാഷിംഗ് മെഷീൻ്റെ കാവൽ നിൽക്കണ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ വന്ന് നോക്കുമ്പോൾ. പിന്നെ ഫ്ലാക്സ് സീഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തലയിൽ തേച്ച് പിടിപ്പിക്കാട്ടെ. എന്താ വെച്ചാൽ ഇവർ കുളത്തിൽ കുളിക്കാൻ പോവാന്നും പറഞ്ഞിട്ടാണ് നിൽക്കണത്. അപ്പോൾ വിൻഷാട്ട് അങ്ങനെ പറഞ്ഞത് തേച്ച് നോക്കുന്നത് നല്ലതാന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ജെല്ല് ഇതിങ്ങനെ വാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ രണ്ടാളും കൂടിയിട്ട്. എന്നിട്ട് അതൊക്കെ നന്നായി തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് അമ്പലക്കുളത്തേക്ക് പോകാനായിട്ടാണ് നിൽക്കണത്. അപ്പോൾ എനിക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അമ്പലക്കുളത്തേക്കൊന്നും, ആ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ആയിരിക്കും പോകാൻ പറ്റില്ല. ഞങ്ങളപ്പോൾ വീട്ടിലിരുന്നു. തേജും വിൻഷേട്ടനും ആദർശും ഇവരൊക്കെ കൂടിയിട്ടാണ് പോയത്. ഫ്ലാക്സ് സീഡ്സിൻ്റെ കാര്യം വിൻഷേട്ടൻ പക്കയായിട്ട് ഫോളോ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഡെയിലി വിൻഷേട്ടൻ ജെല്ല് തലയിൽ ഇടുന്നുണ്ട്. കഴിഞ്ഞാൽ വിൻഷേട്ടൻ തന്നെ ഉണ്ടാക്കും. ഞാനാണിത് തേക്കണം എന്ന് പറഞ്ഞ് തുടങ്ങി വെച്ചാൾ, പക്ഷെ ഞാൻ ഇപ്പം ചെയ്യാം തേക്കണം. ആമിയേ എല്ലാം കൊടുക്കില്ലേടാ, എല്ലാം കൊടുക്കും. മാമന്റെ മോൻ തേജുന് ഓടി വരുമ്പോ പേടിയാ. ഇതെവിടാ? ഓടി പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോ പേടിയാ. അങ്ങോട്ട് പോയാ അങ്ങനെ കുറേ നേരം ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞിട്ടാട്ടോ ഇവരിപ്പോ കുളത്തേക്ക് പോകാൻ ഇറങ്ങണത്. അപ്പൊ ആമീനെ കൊണ്ടുപോയില്ല കേട്ടോ. ആമീനെ കൊണ്ടുപോയി അറിയാലോ ഇവർക്ക് ഒന്നും നടക്കില്ല അവിടെ പോയി കുളിക്കലൊന്നും. അപ്പൊ നന്നായി ഒന്ന് മുങ്ങി കുളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ 3 പോണത്. അപ്പൊ ആമീനെ നമ്മുടെ അടുത്താക്കി. അപ്പൊ ഞാനും ആര് ഇത് വേഗം ഡ്രസ്സ് മാറിയിട്ടോ പോവാൻ നോക്കാന്ന് പറഞ്ഞപ്പോ തന്നെ ആര് ഡ്രസ്സ് മാറി ഇരിക്കണത് കേട്ടോ. പക്ഷെ ഇവര് 5 മണി 5:15 ആകുമ്പോൾ തോന്നുന്നു ഇവര് 5:30 കേട്ടോ അമ്പലക്കുളത്തിൽ പാട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ അവർ പോയി കേട്ടോ. ആര്യാണെങ്കിൽ
പോസ്റ്റ് അടിച്ചു. കാരണം ഇവർ വന്നത് 6:45 അത്രയും നേരം കുളത്തിൽ നല്ല കളി നടന്നു. പിന്നെ വന്നപ്പോൾ നമ്മൾ വേഗം വാഷിംഗ് മെഷീനിൽ നിന്ന് തുണികൾ എടുത്തിട്ട് തോരടാൻ നിൽക്കുക കേട്ടോ. അപ്പം എല്ലാം കൂടിയിട്ടേക്ക് പറ്റണില്ല. അപ്പോൾ ഞാൻ വിൻചാട്ടിനോട് 4-5 എടുത്ത് ഇടുമെന്ന് പറഞ്ഞു. പിന്നെ ഉണങ്ങിയ തുണികളുണ്ടോ, രാവിലെ തോരട്ട തുണികളാണ് ഇതൊക്കെ തിരുമ്പിയിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം എടുത്തിട്ട് നമ്മൾ കല്ലുമ്പോൾ തിരുമ്പിയതാട്ടോ. അപ്പോൾ ഇത് ഞാൻ വേഗം എടുത്തിട്ട് അടുക്കളയിലല്ല നമ്മുടെ റൂമിൽ കൊണ്ടിടാം, എന്നിട്ട് നമുക്ക് തോരടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണങ്ങിയ തുണികൾ വേഗം എടുക്കുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ കൂടെ വിൻഷേട്ടൻ തോരടുന്നുണ്ട് കേട്ടാ, ചെറുതായി വാഷിംഗ് മെഷീനിൽ ഇട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് വിൻഷേട്ടൻ അവിടെ കുളത്തുനിന്ന് കുളിച്ച് വന്നപ്പോൾ തിരുമ്പിട്ടതാട്ടോ, മുണ്ടും ഇതൊക്കെ അത് തോരട്ടതാണ്. അങ്ങനെ ഇത് നമ്മുടെ വാഷിംഗ് മെഷീനിൽ നമ്മൾ തുണികളൊക്കെ എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഉൾഘടിച്ചിരിക്കുന്നു നമ്മുടെ വാഷിംഗ് മെഷീൻ. ഇനിയിപ്പോൾ ഇതിൽ എനിക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നി കേട്ടോ. പക്ഷെ മറ്റേലും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതില്ലേ അത് സേമിയ നടന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഉപയോഗിച്ചിട്ട് ശീലമില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ അത് ഉപയോഗിക്കണമെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാനിങ്ങനെ അത് വെറുതെ ഇരിക്കുകയാണ് അവിടെ. പിന്നെ നമുക്കിപ്പോൾ വാഷ് ചെയ്യാൻ എനിക്കിപ്പോൾ ഞങ്ങൾ 3 ആളായ കാരണം തന്നെ അത്ര ബുദ്ധിമുട്ട് തോന്നിയിടുന്നില്ല കേട്ടോ. പക്ഷേ ഈ മഴക്കാലം വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ടാസ്ക്കായിട്ട് തോന്നി ഈ ഒരു വാഷ് ചെയ്യൽ. പിന്നെ അങ്ങനെയാണ് വാങ്ങണമെന്ന് തോന്നി. പിന്നെ കുറേ പേര് ഇപ്പം ഇവിടെ വീട്ടിലാര് വന്നാലും അത് നമ്മളെ വാഷിംഗ് മെഷീൻ വാങ്ങിയൊക്കെ അത് ഉപയോഗമല്ലേ എന്ന് പറഞ്ഞു. പിന്നെ മറ്റേത് കൊടുത്തത് നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിനൊന്നും അറിയണ്ടാവില്ല, പഴയ വീഡിയോസ് കാണുന്നവർക്കായിരിക്കും നമ്മുടെ ആ വാഷിംഗ് മെഷീൻ അറിയുക. അപ്പോൾ അത് ഞങ്ങൾ വിൻഷാൻ്റെ ചേട്ടൻ എന്താട്ടോ, അപ്പോൾ ചേട്ടനോടും ചോദിച്ചു ഇങ്ങനെ കൊടുത്താലോ, ഞാൻ എന്തായാലും ഉപയോഗിക്കണില്ല. എന്നിട്ട് നമുക്ക് വേറൊരു ആവശ്യം വന്നു, അപ്പോൾ അതിലേക്ക് കൊടുത്തിട്ട് ആ പൈസ എടുക്കട്ടെ വെച്ചപ്പോൾ ആളും പറഞ്ഞു അപ്പോൾ അതെല്ലാം നല്ലത്, നിങ്ങൾ എന്തായാലും ഉപയോഗിക്കണില്ലല്ലോ എന്നാൽ അത് കൊടുത്തോ, എന്നിട്ട് ആ കാര്യം ചെയ്തോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെയായിട്ടാണ് ചെയ്തത്. അങ്ങനെ പിന്നെ അതേ അവർ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. വിൻഷേട്ടതേ വേഗം വിളക്കൊക്കെ കൊളുത്തി ആദ്രശമൊക്കെ ഇത് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. ഇറങ്ങാൻ നിൽക്കുമ്പോൾ അതേ ആമി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിക്കുക. നമ്മുടെ തേജപ്പനായിരുന്നു കേട്ടോ ഏറ്റവും വിഷമം ആമി പോണേന്. എന്താ തേജുവോ, എന്ത് തേജുവോ, എന്ത് തേജുവോ, തേജ് കരയിടൂ ആമി പോണേന്. ആവിക്കുടുങ്ങണോക്കട തേജിയാ, ആവിക്കുടുങ്ങണൊക്കെ വാ വായോ. ഇതിപ്പോ എന്താ പറ്റി, ആമി ഓടണു വിളിക്കണ്ട. ബായ് നമ്മുടെ കുട്ടി വായോ, കൂട്ടിരുന്ന് നോക്കാം മീനെ. നാണക്കേട് തയ്ക്കാൻ പറ്റില്ല. ആദർശം ഇറങ്ങാൻ നിൽക്കുമ്പോഴേക്കും ഇത് ആമിക്ക് എന്തോ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ആര്യ തേജുവിന്റെ പിണക്ക് അങ്ങനെ മാറ്റുന്നുണ്ട്. ഇതൊക്കെ വായു മാമിക്കും ഉണ്ണിക്കും കൂടി ഫോട്ടോയൊക്കെ എടുക്കാന്ന് പറഞ്ഞിട്ട് കുറെ നേരത്തെ ഫോട്ടോസും ഒക്കെ എടുക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ അവന്റെ കൂടെ. അവനാണെങ്കിൽ ആമീനെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അവന് ഡോഗ്സിനെ ഭയങ്കര ഇഷ്ടമായിട്ട്. ഡോഗ് എന്ന് മാത്രമല്ല, അപ്പൊ പൂച്ച ആയിക്കോട്ടെ എല്ലാത്തിനും. അതായത് എൻ്റെ അടുത്ത് തല്ലൂടുമ്പോ അതാ പറയും, എനിക്കൊരു പൂച്ചക്കുട്ടീനെ വാങ്ങിത്തരും, അമ്മയ്ക്കൊരു പട്ടിക്കുട്ടീനെ വാങ്ങിത്തരും, എനിക്ക് ഇവിടെ ആരുമില്ല കളിക്കാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആമി അവന്റെ കൂടെ നല്ല ഓടിക്കളി നടന്നു. തേജുവിന്റെ പിന്നാലെ അവനെ പിടിക്കാൻ പോവാ. പലത്തെ പ്രായത്തിൽ അവന്റെ കളി അതൊക്കെയാലും, അവനെ പിടിക്കാൻ വരിക അതൊക്കെ. അതേപോലെ അവ ഓടുമ്പോൾ എവിടെയെങ്കിലും ഒളിച്ചിരുന്നാൽ പോയിട്ട് അവനെ കണ്ടുപിടിക്കുക. എനിക്കെന്നെ അതിശയായിട്ടോ ഇങ്ങനെ കളിക്കുമോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ തേജുവിന് ആ ഒരു വിഷമമുണ്ട്, എനിക്ക് കളിക്കാൻ ആരും ഇല്ല, ആമയുള്ളപ്പോൾ നല്ല രസമാടുന്നു, എന്ത് രസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതേ ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. ശരിക്കും അവനെ കണ്ണുന്നൊക്കെ വെള്ളം വന്നു കേട്ടോ. പക്ഷെ തേജു പുറത്തേക്ക് ആ കരച്ചിലങ്ങോട്ട് കാട്ടില്ല. ചീത്ത പറയില്ലേ നമ്മളവനെ ആൾക്കാരുടെ മുമ്പിലേക്ക് ഷൗട്ട് ചെയ്ത് ചീത്ത പറഞ്ഞാൽ അവന് ഭയങ്കര വിഷമം. അപ്പോൾ അവൻ പൊട്ടിക്കരയും. ബാക്കി എന്ത് പറഞ്ഞാലും നമ്മൾ നോക്കിയാൽ പോലും പരമാവധി പിടിച്ചു നിൽക്കാൻ നോക്കൂട്ടോ. അങ്ങനെ ഇതേ കുറച്ച് ഫോട്ടോസൊക്കെ ആമയുടെ കൂടെ എടുക്കാൻ നിൽക്കാട്ടാ. അങ്ങനെ 2-3 ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു ആമയുടെ കൂടെ നിൽക്കണതിന് കാണാൻ തോന്നുമ്പോൾ ആമീനെ കണ്ടോട്ടാന്ന് പറഞ്ഞിട്ട്. പിന്നെ ആര് പറഞ്ഞു കേട്ടോ ആമിക്കിന് ഉണ്ണി ഉണ്ടായ തേജുവിന് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഹാപ്പിയാണ് ഇപ്പോൾ ആൾക്ക് മെയിൻ. ഇടയ്ക്കിടയ്ക്ക് പറയും, അമ്മ എന്നോട് ആര്യമേമ പറഞ്ഞു ആമിക്ക് ഉണ്ണി ഉണ്ടായി എനിക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പം ഇരിക്കണത്. ഇത് ഞാൻ ഇന്നലെ ഇങ്ങനെ ഉമ്മറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ആരും എടുത്ത വീഡിയോ ആട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ വീഡിയോക്ക് എന്തോ ഭയങ്കര ഫീലായി. കാരണം ഇത് ഇരിക്കണമൊക്കെ വന്നിട്ട് ഇത് തേജപ്പൻ്റെ കുഞ്ഞു കുട്ടിയാകുമ്പോഴുള്ള ഷർട്ടാട്ടോ ഞങ്ങൾ ഇട്ടുകൊടുത്തേക്കണത്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഇത് ഇങ്ങനെ ഇരിക്കും, ഭയങ്കര സൈലൻ്റ് ആണ്. നമ്മൾ എവിടെ ഇരുന്നോ നമ്മുടെ ഒപ്പം വന്നിരിക്കും, ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇതിനോട് വാങ്ങിയിടുന്നു അവൻ്റെ നിന്ന്. എനിക്ക് ഭയങ്കര എന്തോ നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് പിന്നത്തെ കാര്യങ്ങൾ വരെ മെയിൻറ്റെയിൻ ചെയ്യണം. എനിക്ക് എന്തോ അത് എനിക്ക് അങ്ങോട്ട്
ഇതായി വരുന്നില്ല. അപ്പോൾ അത് പിന്നെ തേജും ഇല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തോ ഒരു ഇത്, അതുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞത് കേട്ടോ. പിന്നെ ഇറങ്ങാൻ നിൽക്കണ നേരത്തായിരുന്നു കേട്ടോ വിൻഷാൻ്റെ അച്ഛൻ റോഡ് വഴി പാസ് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും വന്നു കേട്ടോ. അപ്പോൾ അവർ ഇറങ്ങാൻ നിൽക്കണ നേരമായിരുന്നു. അപ്പോൾ അവരോട് ഇങ്ങനെ പോകണ വിശേഷവും കാര്യങ്ങളൊക്കെ കുറച്ചായിരുന്നു നിന്ന് അച്ഛനും വർത്താനൊക്കെ നിന്ന് പറയുന്നുണ്ട്. പിന്നെ വേഗം കാർ എടുത്തിട്ട് പോകാൻ നോക്കണം. ആമിയാണെങ്കിൽ ഇതേ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ ഒരുമാതിരി ഓടിക്കളി ഇരുന്നിട്ട് ആദർശ് പറയുന്നുണ്ട് അതിന് വെകിളി പിടിച്ചു തോന്നുന്നു എന്ന്. കാരണം അകത്തു കൂടെ ഉള്ള ഓടിക്കളിയല്ലേ. ഇപ്പം മുറ്റത്തേക്ക് അങ്ങോട്ട് ഇറക്കിയപ്പോഴേ കുറേ ഓടായില്ലേ. ആളിങ്ങനെ എന്താ ബ്രേക്ക് കിട്ടാണ്ടുള്ള ഓട്ടാടുന്നു. ഞങ്ങൾ റോഡെത്തുമ്പോഴേക്ക് ആമി 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 എന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ അവിടെ നിൽക്കും ആൾ. എന്നിട്ട് ഇങ്ങോട്ട് തന്നെ ഓടും. കുറേ നേരം ഓടിക്കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേവരെ ഇറങ്ങുകയാണ് കേട്ടോ. ഇനി നമ്മളോട് പറയുന്നുണ്ട് ഇനി അങ്ങോട്ട് വായു നമുക്ക് കുറച്ച് ദിവസം അവിടെ നിൽക്കാം, വയനാട്ടിൽ പോകാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പറഞ്ഞിട്ടാണ് പോണത്. പക്ഷെ നിങ്ങൾക്കറിയാലോ നമുക്ക് എത്ര ഗ്യാപ്പ് കിട്ടുന്നത് വിൻഷാൻ്റെ കയ്യിൽ കിട്ടാൻ ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ ഇത് എല്ലാവരും ടാറ്റയൊക്കെ പറഞ്ഞു. ഇത് തേജുവിന് ആരും ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. തേജുവിന് ചെറിയൊരു വിഷമമുണ്ട്. പിന്നെ അച്ചാച്ചൻ വന്നപ്പോൾ അവനെന്താ കപ്പലണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചുകൊണ്ടാണ് ഇരിക്കണത് കേട്ടോ. അങ്ങനെ നമ്മുടെ ആമിക്കുട്ടിയും അവരൊക്കെ പോവുകയാണ്. ആമീനെ ഇതേ കാറിൽ കയറ്റി. ഇനി ആമി റോജസും ആയിരിക്കും അവിടെ എത്തണ വരെ സെറ്റ് കിട്ടുക. റോജസിൻ്റെ ഡ്യൂട്ടിയാണ് ആമീനെ നോക്കേണ്ടത് ഇനി. അങ്ങനെ റോജസ് മീൻസ് പൊന്നൂസ് എന്നാണ് അവനെ വിളിക്കുക കേട്ടോ. അവൻ്റെ ശരിക്കുള്ള പേരാണ് റോജസ് എന്ന്. അങ്ങനെ ഇതേ അവർ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് ആര്യ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അവളും വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേര് ഇന്നലത്തെ വ്ളോഗ് ചോദിച്ചു. ഞാൻ ഇന്നലെ വ്ളോഗൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഷോർട്സ് മാത്രം കുറച്ച് ക്ലിപ്സ് ഒന്ന് വെറുതെ എടുത്തു എന്നുള്ളൂ. വ്ളോഗൊക്കെ അവളെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി പിറ്റേന്നത്തെ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നൊരു ദിവസത്തെ വ്ളോഗ് എടുത്തിട്ടോ. പിന്നെ വിൻഷാൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം അങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ വേഗം രാത്രിത്തേക്ക് ഇതേ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചപ്പാത്തി കഴിക്കാമെന്ന് വെച്ചിട്ട്. പക്ഷേ ചപ്പാത്തി കഴിച്ചില്ല, അതാണ് വിറ്റ്. കുറച്ച് ഇതുണ്ടായിരുന്നു. പാപ്പു ഇരുന്നിരുന്നു കേട്ടോ. സോറി, പാപ്പു മീൻസ് ഞാൻ തേജുവിൻ്റെ അടുത്ത് പാപ്പു എന്ന് പറഞ്ഞിട്ടാണ് പറയണത്. കുറച്ച് കൊക്കുവട അങ്ങനത്തെ ഒരു സാധനം ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ടി വി കണ്ട് കുറച്ച് നേരം അത് കഴിച്ചു. പിന്നെ അൽഫാം ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഗുരുവായൂരമ്പലം നടയിലാട്ടോ കാണണത്. അപ്പോൾ അൽഫാം ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിൻഷേട്ടൻ അതാ കഴിച്ചത്, ചപ്പാത്തി കഴിച്ചില്ല. അൽഫാം ഇരിക്കുന്നത് ഞാനാണെങ്കിൽ ആ ടൈമിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ റൂമിൽ ഇരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് അൽഫാം എടുത്തിട്ടാണ് വിൻഷേട്ടൻ കഴിച്ചത്. തേജുവിന് ഞാൻ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങനെ അൽഫാം കഴിച്ചിട്ട് ആ പാത്രമൊക്കെ അവിടെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്നോട് ചോദിച്ചു നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കാനാണ് നോക്കണത്. ഇപ്പം ഞാനാണെങ്കിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചു. മീൻസ് പാക്കറ്റ് ചപ്പാത്തി അടന്നു കേട്ടോ. റെഡിമെയ്ഡ് മറ്റേ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി ഇല്ല, അത് അടന്നു കേട്ടോ. അപ്പോൾ മീൻകറി ഇരിക്കുന്നുണ്ടല്ലോ. അപ്പം എന്നാൽ ചപ്പാത്തി മീൻകറി എന്നൊക്കെ വിചാരിച്ചത്. പിന്നെ എനിക്കും വിശപ്പൊക്കെ പോയിട്ടാ ആ കൊക്കുവടയൊക്കെ കഴിച്ചപ്പോൾ. അപ്പോൾ ഇതൊക്കെ ഞാൻ അങ്ങനെ തന്നെ മൂടി വെച്ചു. പിന്നെ വിൻഷേട്ടൻ എന്താ പറയുക നമ്മുടെ നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരാം കേട്ടോ. വിൻഷേട്ടൻ ഞാൻ പറയാറുണ്ടല്ലോ വിൻഷേട്ടൻ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ ബെസ്റ്റാണ്, നല്ല ടേസ്റ്റാണ് വിൻഷേട്ടൻ ഉണ്ടാക്കിയെന്നാൽ. അപ്പോൾ ഉപ്പും പഞ്ചസാരയും എന്താ നന്നാരി ഒഴിച്ചിട്ടാണ് നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരണത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. കുറച്ച് നന്നാരിയും പഞ്ചസാരയും നമ്മൾ നോർമൽ ഉണ്ടാക്കില്ലേ നന്നാരി വെള്ളം, അതിൽ ഒരു ശർക്കര ഉപ്പിട്ട് നോക്കും, നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്കൊരു എനർജി ഡ്രിങ്ക് പോലെ തോന്നും കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പോൾ ഞാനും അത് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കണത്. തേജപ്പനും കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ മൂന്നാളും അതൊക്കെ കുടിച്ചിട്ട് നേരെ കിടന്നു കേട്ടോ. അപ്പോൾ എന്താ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ കിടക്കട്ടെ ചെയ്ത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് ഞാൻ പരമാവധി കവർ ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.